all, welcome back. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് NGRX എന്ന് പറയുന്ന ഒരു സെഷനാണ്. അപ്പം NGRXനകത്ത് സ്റ്റേറ്റ് ഉണ്ട്, റെഡ്യൂസർ ഉണ്ട്, അതുപോലെ തന്നെ എഫക്ട്സ് ഉണ്ട്, സ്റ്റോർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മളത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. NGRX ഇൻസ്റ്റലേഷൻ വരുന്നത് NGRX സ്റ്റോർ അറ്റ് ദ ലേറ്റസ്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. npm install അത് ഇൻസ്റ്റാൾ ആവുന്ന സമയം കൊണ്ട് നമ്മൾ പെയിന്റിലേക്ക് പോവാണ്. ഞാൻ പെയിന്റ് ഓപ്പൺ ചെയ്യണം. എന്താണ് ഒരു എറർ വന്നത്? ലേറ്റസ്റ്റ് വേണ്ട, കാരണം 17 ആണ് നമ്മുടേത്. അപ്പം നമ്മുടെ കോമ്പാക്റ്റബിൾ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അവിടെയും എറർ അടിച്ചോ? അത് നമുക്ക് unable to resolve it dependencies tree. അത് നമുക്ക് സോൾവ് ചെയ്യാം. അതിലോട്ട് പോകുന്നതിന് മുമ്പ്, ഇൻസ്റ്റലേഷൻ ഒക്കെ നമുക്ക് എടുക്കുന്നതിന് മുമ്പ് പെയിന്റിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്കൊരു ആക്ഷൻ റെഡ്യൂസർ ഉണ്ടാവും, ഒരു ആക്ഷൻ എലിമെന്റ് ഉണ്ടാവും. ആക്ഷൻ ടു ഡു സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആക്ഷൻ ഉണ്ടായിരിക്കും. ഈ ആക്ഷൻ എലിമെന്റ് നേരെ പോവുക എന്ന് പറയുന്നത് റെഡ്യൂസറിലേക്കായിരിക്കും. ഈ റെഡ്യൂസർ ആണ് നേരെ പോകുന്നത് റെഡ്യൂസറിലേക്കാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ലോഗിൻ ചെയ്യണം എന്നൊരു ആക്ഷൻ റെഡ്യൂസറിലേക്ക് പോവുകയാണ്. അതിനകത്ത് പേലോഡ് ഉണ്ട്, യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെന്ന് നോക്കാം. പാരലി നമുക്കൊരു എ പി ഐ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വളരെ പാരലായിട്ട് നടക്കുന്നതാണ് എഫക്ട്സ്. റെഡ്യൂസറിലോട്ട് പോകുന്നതിന് മുമ്പ് എഫക്ട്സിൽ വിളിക്കും. എഫക്ട്സ് വിൽ ഹാൻഡിൽ ദി API കോൾ. യൂസർ നെയിമും പാസ്വേഡും ഉള്ളത് എഫക്ട്സിൽ പോയിട്ട് എന്തോ ചെയ്യും? യൂസർ നെയിം പാസ്വേഡ് ലോഗിൻ സക്സസ് ആണോ ഫെയിലിയർ ആണോ നോക്കും. അത് സക്സസ് ആണെങ്കിൽ റെഡ്യൂസർ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റോറിനെ അപ്ഡേറ്റ് ചെയ്യും. Reducer updates the store. ഇതാണ് ബേസിക്സ് ആയിട്ട് നടക്കുന്നത്. ഇത്രയും ആക്ഷൻ, റെഡ്യൂസർ, എഫക്ട്, സ്റ്റോർ, ഇത്രയാണ് NGRXന്റെ ബേസിസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കിനി അതിന് ഇൻസ്റ്റലേഷന് പോകാം. എനിക്കിവിടെ ഈ ഇൻസ്റ്റലേഷന്റെ സമയത്ത് വന്ന എറേഴ്സ് കൂടെ ഞാൻ കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ വന്നാൽ നിങ്ങൾക്ക് അത് എങ്ങനെ സോൾവ് ചെയ്യും? ഇത് പിയർ ഡിപ്പെൻഡൻസിയാണ്. അൺഎബിൾ ടു റിസോൾവ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് എനിക്ക് നേരത്തെ വന്നിട്ടുള്ള എററാണ്. അത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ ഡിപ്പെൻഡൻസി ഞാൻ കളയുന്നത് നോക്കാം. എറർ ഡിപ്പെൻഡൻസി നമ്മുടെ സ്റ്റാക്ക് ഓവർഫ്ലോയിൽ തന്നെ നമുക്ക് അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ലെഗസി പിയർ ഡെപ്, npm install legacy peer deps. ഇത് നേരത്തെ എനിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ഏകദേശം ലെഗസി പിയർ ഡെപ്പ് കൊടുത്തപ്പം ഒരു ഇൻസ്റ്റാൾ വർക്ക് ചെയ്തതാണ്. ബട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കൊരു package.jsonലൊന്ന് പോയി നോക്കാം. NGRX സ്റ്റോർ വേർഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ package.jsonനകത്ത് NGRX സ്റ്റോർ വന്നിട്ടുണ്ട്. പക്ഷെ വേർഷൻ വന്നിരിക്കുന്ന 18 and above ആണ്. നമുക്ക് ശരിക്കും 17th വേർഷൻ മതി. നമുക്ക് മിക്കവാറും അതിന്റെ ബേസിൽ ഒരു എറർ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇത്
18.1 തന്നെ ആ പാക്കേജ് സ്റ്റോർ ജേസിനും പാക്കേജ് ലോക്ക് ഡോട്ട് ജേസിനും npm ഇൻസ്റ്റാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വർക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബേസിക്സ് നമ്മൾ എടുത്തു. ഈ റെഡ്യൂസറിലോട്ട് റെഡ്യൂസർ എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ആണ് that defines the shape of a state, arguments including the initial state of the current state and the current action, the function that handles state changes the associated action. വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് ഒരു ആക്ഷൻ ഉണ്ട്, നമുക്ക് ഇവിടെ റെഡ്യൂസിന് എക്സാമ്പിൾ ഓക്കെ, നമുക്കിവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, നമുക്കിവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോറിനകത്ത് ഏത് ഫോമിലാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ സ്റ്റേറ്റ്, ഞാൻ ആദ്യം ഈ സ്കോർ ബാർ സ്റ്റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യും, ഹോം ഓർ എവേ. രണ്ട് വാല്യൂസ് ആണ് ഇതുള്ളത്. അപ്പൊ നമുക്ക് ഈ സ്റ്റോറിനകത്ത് രണ്ട് വാല്യൂസ്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറിന്റെ സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റോറിന്റെ സ്റ്റേറ്റിനകത്ത് രണ്ട് വാല്യൂസ് ആണ് ഉള്ളത്, ഒന്ന് ഹോം ഒന്ന് എവേ. ഈ ആക്ഷൻ വെച്ചിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ ആക്ഷൻ വെച്ചിട്ട് ക്രിയേറ്റ് ആക്ഷൻ എന്ന് കൊടുത്തിട്ടുള്ള ഈ ഹോം സ്കോർ എവേ സ്കോർ റീസെറ്റ്, സെറ്റ് സ്കോർസ്, പ്രോപ്സ്, ഗെയിംസ്. പ്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു പർട്ടിക്കുലർ ആക്ഷൻ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ലോഗിന്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ, നമ്മളൊരു ആക്ഷന്റെ കേസിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ സ്റ്റേറ്റ് റെഡ്യൂസറിലോട്ട് പാസ് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോപ്സ് എന്ന് പറയാം. അപ്പം ഈ കേസിൽ ലാസ്റ്റ് കേസിനകത്ത് സ്കോർ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഗെയിം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഗെയിമിന്റെ സ്കോറും അതിന്റെ ഡീറ്റെയിൽസും ആയിരിക്കും പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് an export and variable to capture the initial state one or more values. ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തു, സ്റ്റേറ്റിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു, ഹോമും ഉണ്ട് എവേ ഉണ്ട്. ഇനിഷ്യൽ സ്റ്റേറ്റിനകത്ത് ഹോം എന്ന് പറയുന്നത് 0യും എവേ എന്ന് പറയുന്നതും 0 ആയിട്ട്, രണ്ടിന്റെ സ്കോർ ആണ്. സ്കോർ ബോർഡ് എന്ന് ഉദ്ദേശിച്ച രണ്ട് ടീമുണ്ട്, ആ ടീമിന്റെ സ്കോർ ബോർഡ് ആണ് ഇവിടെ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. ഒരു ഹോം ടീമും ഒന്ന് എവേ ടീം, രണ്ടിന്റെയും വാല്യൂസ് 0 ആണ്. ക്രിയേറ്റിംഗ് റെഡ്യൂസറിനകത്ത് നമ്മൾ പറയാണ് ഹോം സ്കോർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഡോട്ട് ഹോം പ്ലസ് 1, അതായത് 0 പ്ലസ് 1 ആയിരിക്കും ആദ്യത്തേക്ക് അറിയുന്നത്. പിന്നെ 1 ആണ് വാല്യൂ എങ്കിൽ 1 പ്ലസ് 1 വരും. പിന്നെ ആക്ഷൻസ് എവേ സ്കോർ ഡോട്ട് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഡോട്ട് എവേക്കകത്ത് സ്റ്റേറ്റ് ഡോട്ട് എവേ പ്ലസ് 1 0, അങ്ങനെ സെറ്റ് സ്കോർ, അങ്ങനെ ഓരോ ആക്ഷൻ വിളിക്കുമ്പോഴും എന്താണ് നമ്മുടെ സ്റ്റേറ്റിൽ അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് റെഡ്യൂസർ ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ റെഡ്യൂസറിനെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ഇത്രയും ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ റെഡ്യൂസർ ചെയ്യില്ല. നമ്മുടെ ആപ്പ് മൊഡ്യൂളിനകത്ത് പോയിട്ട് സ്റ്റോർ മൊഡ്യൂൾ ഡോട്ട് ഫോർ റൂട്ടിനകത്ത് ഗെയിം എന്ന് പറയുന്നതിനകത്ത് റെഡ്യൂസർ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്കോർ ബോർഡ് റെഡ്യൂസർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ മൊഡ്യൂൾ ഡോട്ട് ഫോർ റൂട്ട് ഓഫ് ഗെയിം സ്കോർ ബോർഡ് റെഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ അല്ലെങ്കിൽ മെയിൻ ഡോട്ട് ടി എസിനകത്ത് നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആപ്പ് ഡോട്ട് മൊഡ്യൂൾ കാണില്ല. അപ്പോൾ പ്രൊവൈഡ് സ്റ്റേറ്റ് നെയിം ഇസ് ഈക്വൽ ടു ഗെയിം റെഡ്യൂസർ ഇസ് ഈക്വൽ ടു സ്കോർ ബോർഡ് റെഡ്യൂസർ എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇതെല്ലാം ആ ഒരു സ്കോർ ബോർഡ് റെഡ്യൂസറിനെ ഫീച്ചർ റെഡ്യൂസറിനെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് വെച്ചിട്ടുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്കിതിനെ ഈ ഒരു എക്സാമ്പിളിനെ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മളൊരു ഇപ്പൊ ഇത്രയും ഏകദേശം ഒരു ഒരു തിയറി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. NGRX സ്റ്റേറ്റ് എന്താണ്, റെഡ്യൂസർ എന്താണെന്നുള്ളത്. റെഡ്യൂസർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആക്ഷൻ ചെയ്യണമെന്ന് ഒരു പർട്ടിക്കുലർ സ്റ്റോറിനെ അപ്ഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാല്യൂ സെറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഈ 3 പ്രോസസ്സും നമുക്ക് റെഡ്യൂസർ വഴി മാത്രമേ നടക്കുകയുള്ളൂ. ആ പ്രോസസ്സ് ചെയ്യുന്ന ആ ഫംഗ്ഷന്റെ പേരാണ് റെഡ്യൂസർ. അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് നോക്കിക്കൊണ്ടിരുന്നതിന്റെ സാരാംശം എന്ന് പറയുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള കോഡിംഗ് പാർട്ട് നോക്കുന്നതായിരിക്കും.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. പിന്നെ നിങ്ങൾക്ക് ഇത് ഇത്രയും വീഡിയോസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം.